ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് നമ്മുടെ സത്സംഗ വിഷയം വിഭീഷണനാണ്. രാവണവധം കഴിഞ്ഞുവല്ലോ. ലങ്കയ്ക്കടുത്ത രാജാവ് വേണ്ടേ? വിഭീഷണനെ ശരിക്കും രാമായണത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ആദ്യം വിഭീഷണൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നത് ശരിക്കും ഹനുമാനാണ്. ഹനുമാൻ ലങ്കയിലേക്ക് പോകുമ്പോൾ അവിടെ ഏതോ ഒരു മുറിയിൽ നിന്ന് രാമനാമം കേൾക്കുകയാണ്. ഹനുമാനാകെ അത്ഭുതം. ഈ രാവണന്റെ രാജ്യത്തിൽ, ഈ രാക്ഷസ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ രാമനാമം ജപിക്കുകയെ, ഇതാരാ? അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ രാവണന് തന്നെ അനിയനാണ് വിഭീഷണൻ. വിഭീഷണൻ സദാ രാമനാമം ജപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ യുദ്ധം തുടങ്ങുന്ന സമയത്ത്, രാവണനും രാമനും തമ്മിലുള്ള യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ വിഭീഷണൻ പലതവണ രാവണന് ഉപദേശം കൊടുക്കുന്നുണ്ട്. അവസാനം രാമൻ രാജ്യത്തിലേക്ക് വരുമ്പോൾ തന്നെ, രാക്ഷസ രാജ്യത്തിൽ എത്തുമ്പോൾ തന്നെ പറയുന്നുണ്ട്, രാവണ നീ ഒരു കാര്യം ചെയ്യ്, സീതയെ വിട്ടുകൊടുക്ക്, എന്നിട്ട് രാമനോട് പോയിട്ട് മാപ്പ് പറയും, അല്ലെങ്കിൽ നമ്മുടെ ഈ കുലം മുഴുവൻ നശിക്കും, കുലനാശം സംഭവിക്കാൻ പോവാണ്. എന്തൊക്കെ പറഞ്ഞാലും രാവണൻ കേൾക്കുവോ? ഇല്ലല്ലോ. അവസാനം ഈ വിഭീഷണൻ ഇങ്ങനെ എപ്പോഴും ഉപദേശിക്കുന്നത്, സഹി കെട്ടിട്ട് രാവണൻ വിഭീഷണനെ പുറത്താക്കും. നീ പോ, നിനക്ക് സദാ രാമൻ്റെ അടുത്ത് മാത്രം കൂറ്, അതുകൊണ്ട് എൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോ പറഞ്ഞിട്ട് ഇറക്കി വിടും. അപ്പോൾ വിഭീഷണൻ ആരുടെ അടുത്ത് പോവും? സ്വാഭാവികമായിട്ട് രാമൻ്റെ അടുത്ത് പോയിട്ട് അഭയം പ്രാപിക്കും. രാമൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ രാമൻ്റെ കൂടെ സുഗ്രീവനും സേനയൊക്കെ ഉണ്ടല്ലോ, വാനരന്മാർ മുഴുവൻ ഉണ്ടല്ലോ. അപ്പം സുഗ്രീവനൊരു സംശയം, കാരണം വരുന്നത് എവിടുന്നാ? രാവണൻ്റെ കൊല്ലത്തിൽ നിന്ന്, കൊട്ടാരത്തിൽ നിന്ന്. അപ്പം ഇതെന്തെങ്കിലും നമ്മളെ പറ്റിക്കാനാണോ? കാരണം യുദ്ധത്തിൻ്റെ ടൈമല്ലേ. അപ്പോൾ ഈ വിഭീഷണൻ വന്നിരിക്കുന്നത് നമ്മളെ ചതിക്കാനാണോ എന്നൊരു സംശയം വരും. രാമൻ പക്ഷെ സ്വീകരിക്കും, മറ്റു ചിലർക്ക് സംശയം വരും. അപ്പം എല്ലാവരുടെയും സംശയം നിവർത്തി വരുത്തുന്നത് ഹനുമാനാണ്. ഹനുമാൻ പറയും, ഇല്ല, വിഭീഷണൻ ചതിയനല്ല, വിഭീഷണൻ സത്യമായ രാമഭക്തനാണ്. കാരണം എനിക്ക് അനുഭവമുണ്ട്. ഞാൻ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ രാമനാമം സദാ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരാൾ വിഭീഷണനെയാണ് അവിടെ കണ്ടത്. അതുകൊണ്ട് വിഭീഷണനെ സംശയിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ പിന്നെ എല്ലാവരുടെയും മനസ്സ് മാറി, എല്ലാവർക്കും സ്വീകാര്യമായി വിഭീഷണനെ. അത് മാത്രമല്ല, രാമരാവണ യുദ്ധം നടക്കുന്ന സമയത്ത് വിഭീഷണൻ വലിയൊരു സ്വത്തായിരുന്നു അവർക്ക്. കാരണം എല്ലാ രാക്ഷസന്മാരുടെയും എല്ലാ ദൗർബല്യങ്ങളും പറഞ്ഞു കൊടുത്തത് വിഭീഷണനാണ്. കാരണം വിഭീഷണനെ അറിയാമല്ലോ ആർക്കൊക്കെ എന്തൊക്കെ വീക്ക് പോയിന്റ് ഉണ്ട്. അപ്പം എല്ലാവരെയും തോൽപ്പിക്കാൻ, ഓരോരുത്തരെയും തോൽപ്പിക്കാനുള്ള ഓരോ ഉപായങ്ങൾ രാമന് പറഞ്ഞു കൊടുക്കുന്നത് വിഭീഷണനാണ്. അങ്ങനെ വളരെ നല്ല സഹായിയുമായിട്ട് വിഭീഷണൻ മാറിയിരുന്നു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താ? വിഭീഷണൻ ശരിക്കും പറഞ്ഞാൽ ഈ 3 അനിയൻ ചേട്ടന്മാര്, രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ, സദോ രജോ തമോ ഗുണി സ്വഭാവമാണ് നമുക്ക് ഇവരിൽ കാണാൻ പറ്റുന്നത്. വിഭീഷണൻ സദോ ഗുണിയാണ്, സർവഗുണ സമ്പന്നനാണ്, ധർമ്മത്തിൻ്റെ മൂർത്തിയാണ്. അതുകൊണ്ടല്ലേ ബ്രഹ്മാവിൻ്റെ അടുത്ത് തപസ് ചെയ്തിട്ട് വരം ചോദിക്കുന്ന സമയത്ത് വിഭീഷണൻ എന്താ ചോദിച്ചത്? എനിക്കെപ്പോഴും ഭക്തി ഉണ്ടായിരിക്കണേ, ധർമ്മത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇളകാൻ പാടില്ല, പാപത്തിനോട് എനിക്ക് എപ്പോഴും വെറുപ്പുണ്ടാകണം. അതാണ് ഭഗവാനോട് ചോദിക്കുന്ന വരം. അതാണ് സദോഗുണിയുടെ ലക്ഷണം. രാവണൻ വികാരങ്ങൾ കടിമയാണ്, രജോഗുണിയാണ്. കുംഭകർണൻ ഉണ്ണ ഉറങ്ങുക, തമോ ഗുണി. അപ്പോൾ ഈ സദോ രജോഗുണി സ്വഭാവങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ സദോഗുണിയായിട്ടുള്ള വിഭീഷണൻ ജീവിച്ചിരുന്നത് എവിടെയാ? ഈ തമോ ഗുണിയുടെയും രജോഗുണിയുടെയും കൂടെ നടുവില്. എപ്പോഴും വിഭീഷണന് ഭീഷണികളാ.
മിണ്ടിയ രാവണനിട്ട് ചവിട്ടും തൊഴിക്കും എപ്പോഴും. കാരണം എപ്പോഴും ഇദ്ദേഹം ധർമ്മത്തിൻ്റെ ആളല്ലേ. ധർമ്മം, നീതി, ന്യായം അതാർക്ക് പിടിക്കില്ല? രാവണന് ഇഷ്ടപ്പെടില്ല. രാവണന്റെ രാജ്യത്തിലിരുന്നുകൊണ്ടല്ലേ രാമനെ ജപിച്ചുകൊണ്ടിരിക്കണേ. അപ്പം ഇത് രാവണന് ഇഷ്ടപ്പെടുന്ന കാര്യം വല്ലതുമാണോ? അപ്പം എപ്പോഴും വിഭീഷണന് ഉപദ്രവങ്ങളാണ്. നിന്ദയും തുപ്പും തൊഴിയും കിട്ടിക്കൊണ്ടാണ് അവിടെ ജീവിക്കുന്നത്. പക്ഷേ എന്തെല്ലാം ഭീഷണികളുണ്ടായാലും വിഭീഷണൻ ഒരിക്കലും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കില്ല, ഇളകിയിട്ടില്ല. അപ്പോഴും രാമനാമം ജപിച്ചുകൊണ്ടിരിക്കും. എന്തെല്ലാം ഉപദ്രവങ്ങൾ രാവണൻ്റെ അടുത്ത് നിന്ന് കിട്ടുമ്പോഴും. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വർത്തമാന കാലഘട്ടം തന്നെ നോക്കിക്കോളൂ. പ്രസന്റ് ഡേ ലൈഫ് സിറ്റുവേഷൻസ് എന്താണ്? എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ രാവണ രാജ്യം, ലങ്ക എന്ന് പറയുന്നതല്ല, അതൊരു രാജ്യത്തിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ കാര്യമല്ലല്ലോ. ഇന്ന് ഈ കലിയുഗ ലോകം മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാവണ സ്വഭാവങ്ങളും വികാര വിക്ഷോഭങ്ങളുടെ കാര്യങ്ങളല്ലേ കാണുന്നത്. എവിടെയാണെങ്കിലും കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങി നമ്മൾ മുഴുവൻ ലോകത്തിൽ നോക്കുകയാണെങ്കിലും സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമുക്ക് ഈ രാക്ഷസ സ്വഭാവങ്ങൾ കാണാം. തമോ ഗുണി അല്ലെങ്കിൽ രജോ ഗുണി സ്വഭാവങ്ങളാണ്. സദോ ഗുണികളുടെ എണ്ണം വളരെ കുറവാണ്. അതേസമയം രജോ തമോ വളരെ കൂടുതലാണ്. ചില സമയത്ത് നമ്മൾ ഉപയോഗിക്കുമല്ലോ ധർമ്മസങ്കടം എന്നുള്ള വാക്ക്. ഇപ്പം വീട്ടിലൊരു ഗസ്റ്റ് വന്നു, ചായ വയ്ക്കാൻ പോവാണ്. ചായ വയ്ക്കാൻ പോയി നോക്കുമ്പോൾ പാലില്ല ഫ്രിഡ്ജിലെന്നിരിക്കട്ടെ. അവിടെ നമ്മളെന്താ പറയുക, അയ്യോ ആകെ ധർമ്മസങ്കടത്തിലായല്ലോ. പാല് ഫ്രിഡ്ജിലില്ല എന്നുള്ളതിൻ്റെ പേര് ധർമ്മസങ്കടം എന്നല്ല, അത് പാലില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. അതിൻ്റെ പേരല്ല ശരിക്കും പറഞ്ഞാൽ ധർമ്മസങ്കടം. നമ്മൾ വിചാരിക്കണ അതാ. അല്ലെങ്കിൽ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയി നമുക്ക് കിട്ടേണ്ട ബസ് പോയാൽ അയ്യോ ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായി. ധർമ്മസങ്കടം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധർമ്മവും അധർമ്മവും കൂടി വരുമ്പോഴാണ് ധർമ്മസങ്കടം. ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരാളുടെ മുന്നിൽ അധർമ്മം കാണുമ്പോൾ ഉണ്ടാകുന്ന ധർമ്മിഷ്ഠനായ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന മാനസിക സംഘർഷമാണ് ധർമ്മസങ്കടം. അതാണ് വിഭീഷണൻ അനുഭവിച്ചത്. കാരണം കൺമുന്നിൽ സദാ എന്താ കാണുന്നത്? രാവണന്റെ അക്രമവും അന്യായവും അനാചാരങ്ങളുമാണ്. ഇദ്ദേഹമാണെങ്കിലോ ധർമ്മത്തിലും നീതിയിലും ന്യായത്തിലും ധർമ്മത്തിലും മാത്രം ജീവിക്കുന്ന ആള്. അപ്പൊ ഈ രണ്ടാൾക്കും കൂടെ ഒരേ കൊട്ടാരത്തിൽ താമസിക്കേണ്ടി വരിക. അപ്പൊ ഇത് കാണുമ്പോൾ ഈ അന്യായം കാണുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷം, മാനസിക അസ്വസ്ഥത, അതാണ് ശരിക്കും ധർമ്മസങ്കടത്തിൽ ജീവിച്ചിരുന്ന ആള് വിഭീഷണനാണ്. ഇന്നും നമുക്കറിഞ്ഞൂടെ, പല വീടുകളിൽ നോക്കുമ്പോൾ ഒരു കല്യാണ വീട്, നമ്മളവിടെ പോയി, അതിൽ മിക്ക വീടുകളിലും ഇപ്പം അങ്ങനെയല്ലേ, കല്യാണ തലേന്ന് ആകെ കുടിച്ച് കൂത്താടുന്ന ഒരു രംഗം ഒരു ഭാഗത്ത്, സന്തോഷം ആഘോഷിക്കുകയാണ് കള്ളു കുടിച്ചിട്ട്. അപ്പം അതിലൊരാൾ കള്ളു കുടിക്കാത്ത ഒരാളാന്നിരിക്കട്ടെ ആ വീട്ടിലുള്ള, ബാക്കിയെല്ലാവരും കൂടി ഇങ്ങനെ കള്ളു കുടിച്ച് അഴിഞ്ഞാടുന്ന സമയത്ത് ഒരാൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്യും? ഇയാളെ കളിയാക്കും. ഇയാളൊരു പുണ്യാളം വന്നിരിക്കണം. എത്രയാണ് കളിയാക്കുക, പരിഹസിക്കുക. ഇവനൊരാണാണോ, എന്തൊക്കെയാ ചോദിക്കുന്നത്? മനുഷ്യനാണോ, ജീവിക്കാനേ അറിയില്ല, പൊട്ടൻ, എന്തൊക്കെയാ വിളിക്കുക അല്ലേ? അപ്പൊ ശരിക്കും ആ മദ്യപിക്കാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിൽ ആ സമയത്ത് ഉണ്ടാകുന്നത് ധർമ്മസങ്കട. കാരണം ഈ അധർമ്മം കാണുമ്പോൾ കള്ളു കുടിക്കുക, സ്വബോധം നഷ്ടപ്പെടുക, എന്നിട്ട് കുടിച്ചിട്ട് തമ്മിൽ ശണ്ട കൂടുക, വിവാഹം, ഒരു വീട്ടിൽ വിവാഹ ആഘോഷം നടക്കുക, എല്ലാവർക്കും ഒരു സന്തോഷത്തിന്റെ അന്തരീക്ഷമാണ്. ആ സമയത്താണ് ഈ വേണ്ടാത്ത ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് വാക്കേറ്റവും തർക്കവും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല എന്തൊക്കെയാ നടക്കണേ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീടുകളിലാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസുകളിലാണെങ്കിലും നമ്മൾ സമൂഹത്തിൻ്റെ നടുവിലും ഇങ്ങനെയുള്ള അധർമ്മങ്ങളുടെ കാഴ്ചകൾ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അധർമ്മത്തിൽ ജീവിക്കുന്നവർക്ക് അധർമ്മം കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല. വിഭീഷണൻ നോക്കൂ, ഒരു പക്ഷേ രാക്ഷസ കുലത്തിൽ എല്ലാവരും വിഭീഷണനെ പോലെയാണെങ്കിൽ അവിടെ ധർമ്മസങ്കടം ഇല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വിഭീഷണൻ രാവണനെ പോലെ ആകണം, അപ്പോഴും ധർമ്മസങ്കടം ഇല്ല. ധർമ്മവും അധർമ്മവും കൂടെ വരുമ്പോഴേ എന്ത് വരുള്ളൂ?
സങ്കടം വരുന്നു. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പ്രത്യേകിച്ച് ഇന്ന് നോക്കൂ, ധർമ്മത്തിന് ഒളിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ് വിഭീഷണൻ ജീവിച്ചതുപോലെ. സത്യവും ധർമ്മവും ഉള്ളവർക്ക് ഞാൻ കള്ളുകുടിക്കില്ല എന്നൊരാൾക്ക് പറയാൻ മടിയാണ് എല്ലാവരുടെയും നടുവിൽ. കാരണം എന്താ? എല്ലാവരും ചേർന്നിട്ട് ഒറ്റപ്പെടുത്തും. കോളേജുകളിലൊക്കെ കണ്ടിട്ടില്ലേ, റാഗിങ്ങിലൊക്കെ ചെയ്യുന്നത് എന്താ? ദുശീലങ്ങളുള്ളവരെല്ലാം കൂടെ ചേർന്നിട്ട് ആരെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടിക്ക് ഒരു ദുശീലം ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ പോയി തേടി പിടിക്കും. എന്നിട്ട് എല്ലാവരുടെയും മധ്യത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യില്ല എന്ന് പറഞ്ഞു അതൊക്കെ ചെയ്യിപ്പിക്കും. നീ മാത്രം ഒരു നല്ലവൻ ഇവിടെ ആവശ്യമില്ല. അങ്ങനെ മാനസിക സംഘർഷത്തിൽ നിരാശ ബാധിച്ച് എത്ര കുട്ടികളാ. ചിലപ്പോഴൊക്കെ നമ്മൾ ന്യൂസ് കേൾക്കില്ലേ, ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളൊക്കെ സഹിക്കാൻ പറ്റാൻ ചില കുട്ടികൾ ആത്മഹത്യ വരെ ചെയ്യുന്നുണ്ട്. കോളേജിലൊക്കെ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ, ഹോസ്റ്റലുകളിൽ, കോളേജുകളിൽ അല്ലേ. മാത്രമല്ല ഇന്ന് നമ്മൾ നോക്കിയാൽ സത്യവും ധർമ്മവും നീതിയും ന്യായവും ഒക്കെ നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ പൊതുവെ ആൾക്കാരുടെ വിചാരം എന്താണ്? സത്യതയിൽ ജീവിക്കുക, ധർമ്മത്തിൽ ജീവിക്കാത്ത ഇവർക്ക് വിവരമില്ലാത്തവരാ, ബാക്കി എല്ലാവരും വിവരമുള്ളവരാണേ. കള്ളും കുടിച്ച് കൂത്താടി തോന്നുന്ന മാതിരി പറയുകയും പ്രവർത്തിക്കുകയും അക്രമവും അനീതിയും അധർമ്മവും എല്ലാം കാണിച്ച് സമ്പാദിച്ച് പദവിയും പ്രശസ്തിയും പേരും എല്ലാം എടുത്തു കഴിയുമ്പോൾ ബാക്കി എല്ലാവരും മോശക്കാർ. എത്ര ആൾക്കാർ പറയണ്ട, ഓ നിങ്ങളിപ്പോൾ ആധ്യാത്മിക മാർഗത്തിലൊക്കെ പോയി പരിവർത്തനപ്പെട്ട് നീ ഒരു പുണ്യാളൻ ഇപ്പോൾ എവിടുന്ന് വന്നു? ചിലപ്പോൾ നേരത്തെ കള്ളു കുടിച്ചിരുന്ന ആളായിരിക്കും, മോശ സ്വഭാവങ്ങളിൽ ജീവിച്ചിട്ടുണ്ടാവും. പക്ഷെ സത്യജ്ഞാനം ജീവിതത്തിൽ കിട്ടി, വെളിച്ചം കിട്ടി, ഇരുട്ടുന്ന് പുറത്തേക്ക് വന്നാൽ എൻ്റെ ഉള്ളിലെ ഇരുട്ട് മാറിയെന്ന് എല്ലാവരുടെയും മുന്നിൽ പറയാനിപ്പോൾ പേടിയാ. പ്രത്യേകിച്ച് ആണുങ്ങൾ, ചെറുപ്പക്കാരൊക്കെ എത്ര പേര് പറയാറുണ്ടെന്നറിയോ? സിസ്റ്ററെ കൂട്ടുകാരുടെയൊക്കെ അടുത്ത് പോകുമ്പോൾ സഹിക്കാൻ പറ്റില്ല കളിയാക്കല്, പരിഹാസം. കാരണം ദുശീലങ്ങൾ മാറിക്കഴിഞ്ഞാൽ വൈകിട്ട് ബാറിൽ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഫോണുണ്ടാവില്ല, അതുവരെ കൂട്ടുനിന്നിരുന്ന തെറ്റുകൾ ചെയ്യുന്നുണ്ടാവില്ല. അപ്പം എന്ത് വിചാരിക്കും? ഇവൻ പൊട്ടനാ, ഇവൻ ആശ്രമത്തിൽ പോയി ജ്ഞാനം കേട്ടു, പഠിച്ചു, മെഡിറ്റേഷൻ പഠിച്ചു, ജ്ഞാനം കേൾക്കാൻ പോകുന്നു, അതുകൊണ്ട് ഒന്നിനും കൊള്ളാത്തവനായി, ജീവിക്കാൻ കൊള്ളാത്തവനായി. എന്ത് ചെയ്യുന്നില്ല? തെറ്റ് ചെയ്യുന്നില്ല, അർത്ഥം ജീവിക്കാൻ കൊള്ളാത്തവനായി. കള്ളം കുടിച്ച് ചാലിക്കടന്നിരുന്നെങ്കിൽ നല്ലവനായിരുന്നു. അത് കാരണം പേടിയാ. ചിലർക്ക് ഞാൻ ഒരു സത്സംഗത്തിൽ പോണുണ്ട് പറയില്ല, ആരും പോണുണ്ടെന്ന് അയൽക്കാരോടോ അടുത്തുള്ളവരോടോ കൂട്ടുകാരോടോ പറയാൻ പേടിയാ. കാരണം എന്താ? പരിഹാസം ഓർമ്മിച്ചിട്ട്, ഒറ്റപ്പെടുത്തുമെന്ന് ഓർമ്മിപ്പിച്ചിട്ട്. വിഭീഷണനെ പോലെ ഒളിച്ച് ജീവിക്കേണ്ട ആവശ്യമാണ്. ധർമ്മത്തിനിപ്പം മറഞ്ഞു നിന്ന് ജീവിക്കണം. കാരണം എന്താ? അധർമ്മമാണ് രാജ്യം. അധാർമികതയ്ക്ക് എന്തുമാകാം. അന്യായവും അക്രമവും ചേർന്നിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് സത്യത്തിനും ധർമ്മത്തിനും എന്ത് ചെയ്യേണ്ട അവസ്ഥയാണ്? ഗുപ്തരൂപത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. എന്നിട്ട് എന്താ പറയണേ? ഓ ഇവരൊരു കാഷായ വസ്ത്രവും വെള്ള വസ്ത്രധാരികളൊക്കെ ഇറങ്ങിയിരിക്കണം എല്ലാവരെയും നന്നാക്കാൻ. ഇവർക്കൊന്നും ജീവിക്കാൻ അറിയില്ല, ഇവരൊക്കെ ജീവിതം കളഞ്ഞു കുളിച്ചവര്. എന്തൊക്കെ പറയും? ഇവരൊക്കെ സുഖമില്ല, തലയ്ക്ക് സുഖമില്ലാത്തവരാ. ബാക്കി എല്ലാവരും നല്ല സുഖമുള്ളവര്. നമ്മളൊക്കെ മിടുക്കന്മാര്, ബോധവാന്മാര്, ജീവിക്കാൻ പഠിച്ചവര് അല്ലേ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ രാമരാവണ യുദ്ധത്തിന്റെ ഒടുവിൽ നമ്മൾ എന്താ കാണണേ? രാവണൻ അതിശക്തനാ, 10 തലയുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ആയുധം ഉണ്ടായിരുന്നു, അതിശക്തനാ. പക്ഷെ അവസാനം സർവ നാശമാണ്. കുറെ നാള് പോവും, കഴിവും പഠിപ്പും അധികാരവും പൈസയും എല്ലാം ഉപയോഗിച്ചിട്ട്. പക്ഷെ ധർമ്മത്തിന്റെ അടിത്തറയില്ലെങ്കിൽ നമുക്ക് അധിക ദൂരം പോകാൻ പറ്റില്ല. എല്ലാം ഉണ്ടെങ്കിലും അധർമ്മത്തിന് നാശം സുനിശ്ചിതമാണ്. അതുകൊണ്ടാണ് രാവണൻ വധിക്കപ്പെടുകയാണ്. അവസാനം രാജ്യം ആരുടെ കയ്യിലേക്കാണ് കിട്ടണേ? അത്രയും കാലം ഗുപ്തമായിട്ട് ജീവിച്ചിരുന്ന, ഭീഷണികളുടെ നടുവിലൂടെ തന്നെ ധർമ്മത്തെ മുറുകെ പിടിച്ച് ജീവിച്ചിരുന്ന വിഭീഷണനെയാണ് രാമൻ ലങ്കയുടെ രാജാവാക്കി മാറ്റണേ. വിഭീഷണൻ രാജാവാകുന്നതോടുകൂടി എന്താണ്? ആ രാജ്യം തന്നെ മാറുകയാണ്, ധർമ്മത്തിലേക്ക്, നീതിയിലേക്ക് തിരിച്ചു വരിക. ഇനി അപ്പം നമ്മളിങ്ങനെ വിചാരിക്കണ്ട, അപ്പം ഈ വിഭീഷണൻ ചെയ്ത ശരിയാണോ? ചേട്ടനെ വിട്ടിട്ട് രാമൻ്റെ അടുത്ത് ഓടിപ്പോയില്ലേ, രാജ്യദ്രോഹിയല്ലേ? ചിലർ അങ്ങനെയും ചിന്തിക്കും. അപ്പം ഇത് രാജ്യദ്രോഹമല്ല ചെയ്തേ,
രാജ്യദ്രോഹമാണോ വിഭീഷണൻ ചെയ്തത്? രാജ്യത്തെ ദ്രോഹിച്ചില്ല, അധർമ്മത്തെ ദ്രോഹിച്ചുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ വിഭീഷണൻ സ്വയം ഇറങ്ങി പോണതുമല്ല, ആരാ ഇറക്കി വിടണേ? രാവണന് പറ്റില്ലേ. അധർമ്മത്തിന്റെ കൂടെ ധർമ്മത്തിന് നിലനിൽപ്പില്ല. പറയില്ലേ, രാമനും രാവണനും ഒരുമിച്ചിരിക്കില്ല. എവിടെ രാമനുണ്ടോ അവിടെ രാവണൻ ഉണ്ടാവില്ല, എവിടെ രാവണനുണ്ടോ അവിടെ രാമന് ഇരിക്കാൻ പറ്റില്ല. അപ്പോ രാവണനെ സംബന്ധിച്ചിടത്തോളം വിഭീഷണൻ കൂടെ ഇരിക്കുമ്പോൾ അസ്വസ്ഥതയാ. കാരണം അധർമ്മം ചെയ്യുന്നതിനെല്ലാം ആര് തടസ്സം പറഞ്ഞുകൊണ്ടിരിക്കും? ഓരോ അധാർമിക കർമ്മം ചെയ്യുമ്പോഴും രാവണന് ഉപദേശമാണ് വിഭീഷണന്റെ വക. അങ്ങനെയാണ് ഇറക്കി വിടുന്നത് അല്ലേ? വിഭീഷണനെ ഓടിച്ചു വിടുകയാണ്. ഇനി വിഭീഷണൻ പോയതുകൊണ്ട് കുഴപ്പമൊന്നും സംഭവിച്ചില്ല, നന്മയുണ്ടായുള്ളൂ. എന്താ നന്മയുണ്ടായത്? അതോടുകൂടി രാവണൻ വധിക്കപ്പെട്ടു. അധർമ്മം നശിക്കുകയാണ്. അധർമ്മത്തിനെ ദ്രോഹമുള്ളൂടെ രാജ്യം നന്മയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം ഇതിലൂടെ രാമായണ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന സന്ദേശം എന്താണ്? നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിന് കിട്ടുന്ന സന്ദേശം എന്താണ്? നമുക്ക് ഒരു കുടുംബത്തിലാണെങ്കിലും വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ പേഴ്സണൽ ലൈഫ് തന്നെ നോക്കിക്കോളൂ. ഒരു ചെറിയ തെറ്റാണെങ്കിലും നമുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ധർമ്മത്തിൻ്റെ അധർമ്മത്തിൻ്റെ ഒരു വിലയിരുത്തൽ തീർച്ചയായിട്ടും ഉണ്ട്. ധർമാധർമ്മങ്ങൾ നമുക്ക് കാണിച്ചു തരും നമ്മുടെ തന്നെ മനസാക്ഷി. പുറത്ത് അച്ഛൻ തെറ്റാണ് അല്ലെങ്കിൽ അമ്മ തെറ്റാണെന്ന് ചൂണ്ടുന്നതിനൊക്കെ മുമ്പേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നടക്കും. കാരണം ജ്ഞാനം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്, അറിവിൻ്റെ വെളിച്ചമുണ്ട്. ആത്മാവെന്ന് പറയുന്നത് ജ്ഞാനസ്വരൂപമാണ്. അതുകൊണ്ടാണ് ഒരു ചെറിയ ഒരു അന്യായം അല്ലെങ്കിൽ ഒരു അനാചാരം ചെറിയൊരു രീതിയിൽ പോലും നമ്മുടെ അടുത്ത് നിന്ന് വരുമ്പോൾ നമുക്കുള്ളിൽ ആദ്യം തോന്നൽ വരും, ഇത് തെറ്റാണ്. മനസാക്ഷി നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും. പക്ഷെ പിന്നെ നമ്മളതിനെ ക്രോസ് ചെയ്ത് നമുക്കത് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? നമുക്ക് ആ ചൂണ്ടിക്കാണിച്ചു തന്ന് ആ മനസാക്ഷിയുടെ തീരുമാനത്തെയൊക്കെ നമുക്ക് വിലയിരുത്തലിനെയൊക്കെ മാറ്റിയിട്ട് നമ്മൾ പിന്നെ അത് ചെയ്യും. ചെയ്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ദുഃഖിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? അയ്യോ, എനിക്ക് അപ്പോഴേ തോന്നിയതായിരുന്നു അങ്ങനെ ചെയ്യണ്ട പറയണ്ട, എന്നിട്ട് ഞാൻ ചെയ്തു പോയി അല്ലേ? അപ്പം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ വിഭീഷണനുണ്ട്. സദോഗുണി സംസ്കാരം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ആത്മാവ് സദോഗുണിയാണ്. നമ്മളെല്ലാവരും രാമൻ്റെ മക്കളാണ്, ഭഗവാന്റെ മക്കളാണ്. ഭഗവാനിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളെല്ലാം എവിടെയുണ്ട്? നമ്മൾ ഓരോ ആത്മാവിലും ഉള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. അതിന് ഇനി പുറത്തുനിന്ന് വേറെ പ്രൂഫൊന്നും നമുക്ക് ആവശ്യമില്ല. എന്തിന്? ആരെങ്കിലും നമ്മളോടൊന്ന് കള്ളം പറയട്ടെ, നമുക്ക് ഇഷ്ടപ്പെടുമോ? സഹിക്കാനേ പറ്റില്ലേ, കൊണ്ടില്ല. എന്നാലും എന്നോട് കള്ളം പറഞ്ഞില്ലേ? നമ്മൾ ആരോട് വേണമെങ്കിലും കള്ളം പറയും, അത് വേറെ കാര്യം. നമുക്ക് ലൈസൻസ് ഉണ്ട്, പക്ഷെ എന്നോടാരും പറയാം. നമ്മുടെ കൂട്ടുകാർ പോലും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. അത്രയും കാലത്ത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അതോടുകൂടി ഇല്ലാണ്ടാവും. എന്നാലും ഇത്രയും കാലം എൻ്റെ കൂടെ നടന്നിട്ട് എന്നെ ഇങ്ങനെ പറ്റിച്ചില്ലേ, എന്നോടിങ്ങനെ കാണിച്ചില്ലേ? എൻ്റെ അർത്ഥം എന്താ? നമുക്ക് അശുദ്ധി സഹിക്കാൻ പറ്റുന്നില്ല, അസത്യം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഞാൻ സത്യസ്വരൂപമാണ്, ശുദ്ധസ്വരൂപമാണ്. നമ്മളെല്ലാവരോടും ദേഷ്യപ്പെടും, പക്ഷെ നമ്മളോട് ആരെങ്കിലും ദേഷ്യപ്പെട്ട മുഖത്തോടൊന്ന് നോക്കിയാൽ നമുക്ക് എപ്പോഴും ഏതൊരാളാണെങ്കിലും നമ്മളുടെ മുഖത്ത് നോക്കിയാൽ നമ്മളോടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളെ നോക്കണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ചില സമയത്ത് ചില തമോ സംസ്കാരം പുറത്തു വരും, ചില രജോ സംസ്കാരങ്ങൾ പുറത്തു വരും. പക്ഷേ നമ്മുടെ നാച്ചുറൽ നേച്ചർ, ഒറിജിനൽ നേച്ചർ, അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. മറ്റുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറണം, എൻ്റെ അടുത്ത് എങ്ങനെ നിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ അതാണ് നമ്മുടെ ഒറിജിനൽ സ്വഭാവം, സ്വന്തം ഭാവം, സ്വധർമ്മം. അതാണ്. ആ ധർമ്മത്തിലേക്കാണ് നമുക്കിപ്പോൾ തിരിച്ച് വരേണ്ടത്. അത് നമ്മൾ ഓരോരുത്തരും ചെയ്താൽ മതി. മറ്റുള്ളവർ എന്നോട് എങ്ങനെയായിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ നമ്മളായ എന്തായി? നമ്മൾ സ്വധർമ്മത്തിൽ വന്നു. അപ്പം ധർമ്മത്തിലേക്ക് വരുമ്പോൾ രാജ്യം നമ്മുടെ പിന്നാലെ വന്നോളൂ. നമ്മൾ ഓരോരുത്തരിലും ആ മാറ്റം വരുമ്പോൾ എന്താവും? നമ്മുടെ വീട്, നമ്മുടെ നാട്, നമ്മുടെ സമൂഹം, നമ്മുടെ ലോകം എന്താവും? ധർമ്മത്തിൻ്റെ രാജ്യമായിട്ട് മാറും. അല്പസമയം നമുക്ക് ഭഗവാന്റെ ഓർമ്മയിലിരിക്കാം.
രാവണന്റെ കൊട്ടാരത്തിനുള്ളിൽ, രാക്ഷസ രാജ്യത്തിൻ്റെ ഉള്ളിൽ രാമനാമം ജപിക്കുന്ന വിഭീഷണനെ കാണിച്ചുകൊണ്ട് രാമായണ കർത്താവ് എനിക്ക് നൽകുന്ന ജീവിതസാരം വർത്തമാന കാലഘട്ടം രാവണരാജ്യം പോലെ രജോ ഗുണി തമോ ഗുണി സംസ്കാരങ്ങളുള്ള വ്യക്തികളാൽ സമൂഹ അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്തും എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെയായിപ്പോയി എന്ന് വിഭീഷണൻ പറഞ്ഞില്ല. തൻ്റെ 2 സഹോദരന്മാരും സഹോദരിയും തമോ രജോ സംസ്കാരം കാണിച്ചപ്പോഴും വിപരീത സാഹചര്യങ്ങളുടെ നടുവിലും വിഭീഷണൻ ഒരു ഭീഷണിക്കും വശപ്പെടാതെ ധർമ്മത്തിൽ, നീതിയിൽ, ന്യായത്തിൽ മുറുകെ പിടിച്ച് ഇളകാതെ ജീവിതാന്ത്യം വരെ വിജയിച്ചു. വർത്തമാന കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഭഗവാൻ സന്ദേശം നൽകുകയാണ്. സാഹചര്യങ്ങളെ കുറ്റം പറയാതെ, സമൂഹത്തെ കുറ്റപ്പെടുത്താതെ, മേലെയും താഴെയും ഉള്ളവരെയും ചുറ്റുപാടുള്ളവരെയും കുറ്റപ്പെടുത്തുന്നതിന് പകരം സ്വയം ധർമ്മത്തിൽ നിളകാതെ, നീതിയിൽ ന്യായത്തിൽ മുന്നോട്ട് പോകാൻ ഹൃദയത്തിൽ രാമൻ വേണം. രാമൻ നൽകുന്ന സന്ദേശം വേണം. സദോ ഗുണങ്ങളുടെ ശക്തി വേണം. സദോ ഗുണി സംസ്കാരത്തെ പുറത്തേക്കെടുക്കാനുള്ള സമയമാണിത്. ഞാൻ ആത്മാവാകുന്ന രാമൻ, സദോ ഗുണങ്ങളെല്ലാം എന്നിൽ തന്നെയുണ്ട്. ഈ യാഥാർത്ഥ്യത്തെ സ്മരിക്കൂ. സ്മരിച്ച് സ്മരിച്ച് സ്വയം ബോധ്യപ്പെട്ട് അനുഭവത്തിൻ്റെ അതോറിറ്റി സ്വന്തമാക്കൂ. എങ്കിലൊരു ഭീഷണിക്ക് മുന്നിൽ വ്യതിചലിക്കില്ല. അന്തിമ വിജയം സത്യത്തിനാണ്, ധർമ്മത്തിനാണ്, വിഭീഷണനാണ്. ഓം ശാന്തി.